ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇത് ഇന്ന് പരിപാടി നമ്മുടെ ബാലേട്ടനക്ക് ഇന്ന് പണിയില്ല. അപ്പൊ അങ്ങനെ നമ്മളെല്ലാ വീട്ടിലേ ഉള്ളത് കൊണ്ട് ഇത് അമ്മ എപ്പോഴും പറയുന്നത്. അമ്മ ഇരിക്കുമ്പോ അമ്മ എപ്പോഴും പറയും വാൾക്ക് പണിയില്ല വാൾക്ക്. ഇപ്പൊ ഗീത തുടങ്ങി. അല്ല, ബാലേട്ടനക്ക് പണിയില്ലാത്ത ദിവസം പണിയില്ല എന്നല്ലേ പറയുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബാലേട്ട വീഡിയോയിലേക്ക് പോവാം. അവിടെ എല്ലാം അങ്ങനെ ഉണ്ടല്ലേ, നല്ല ഉണ്ടല്ലേ കുട്ടികളുടെ ബൊമ്മ കളിക്കുന്നത്. അതെ, കടിക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് റെഡിയാക്കി വെക്കാം. എന്തെല്ലാം വേണമെന്ന് പറയാ. കടലപ്പൊടി, പിന്നെ ബിസ്ക്കറ്റ്, കുറച്ച് ഉപ്പ്, കുറച്ച് ഒരു സോഡാപ്പൊടി. അപ്പൊ ഇത് ഇത്ര ഇട്ടിട്ട് നമുക്കൊരു കടി ഉണ്ടാക്കാം. കടലപ്പൊടി നമുക്ക് എത്ര ആവശ്യമുണ്ട് അത്ര എടുക്കാം. ഒരു കപ്പ് മതി. ഞാനിപ്പോ ചെറിയ കുറെ കൂടുതലൊന്നും ആക്കുന്നില്ല. അങ്ങനെ ഒരു ലേസ് ഒരു 2 കപ്പിന്റെ ഒരു കപ്പിന്റെ അത്ര മതി. ഒരു ഇത്ര എടുക്കുന്നത്. പിന്നെ ഇതിനിടച്ച് പൊടിയുപ്പ്, സോഡപ്പൊടി ഒരു നുള്ളിട്ട് കൊടുക്കുക. ഇത് കൂടുതൽ ഇടാൻ പാടില്ല. അങ്ങനെ ഒരു നുള്ളിട്ട് കൊടുക്കുന്നു. സ്പൂണ് മുളക് പൊടി, ഒരു അരസ്പൂൺ വെള്ളം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കാം. കലക്കി വെച്ചിട്ടുണ്ട് വെക്കാം. ഒരു 10 മിനിറ്റ് കലക്കി വെക്കണം. നമുക്ക് ഇതിന്റെ ഇങ്ങനെ ആവണം. ലൂസായിട്ട്, കുറച്ച് വെട്ടിയല്ല, കുറച്ച് ലൂസായിട്ട് ഇട്ടു. അപ്പൊ നമുക്ക് ഇതൊരു 10 മിനിറ്റ് വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഇവിടെ ബോട്ടിയുണ്ട്. ഇത് നമ്മള് ചെറുതിലെല്ലാം നമ്മള് സ്കൂളിൽ പോകുന്ന ടൈമിലെല്ലാം നമുക്ക് അച്ഛൻ്റെ അവര് എപ്പോഴും ഇതിനെല്ലാം കൊടുന്ന് തരുന്നുണ്ടായി. നമുക്ക് ഇത് തിന്നാം. ഇത് നമുക്ക് ചെറുപ്പത്തിലുള്ള ഈ നമ്മള് അപ്പൊ എത്ര ₹1 ഉണ്ടായി ഇതിന്. ₹1 10 പൈസ 15 പൈസ 20 പൈസ എന്താ ഓർമ്മല്ല. ചെറിയ പൈസ ഉണ്ടായി. അപ്പൊ നീളത്തിൽ വരുണ്ടായി. ഇപ്പൊ ചെറുതായിന്. അപ്പോ നമ്മള് സ്കൂളിൽ പോകുമ്പോ ഒന്നൊന്നും ഇങ്ങനെ മേടിച്ച് തിന്നു. സ്കൂളിൽ പോകുമ്പോ നമ്മുടെ ഒരു 50 പൈസ 30 പൈസ 10 പൈസ ഒക്കെ കൊടുക്കുമല്ല. 50 പൈസ വലിയ പൈസ. എനിക്കൊന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ചെറുതിൽ തിന്നുണ്ട്. ഇപ്പൊ വലുതായിട്ടും തിന്നാൻ തുടങ്ങി. അപ്പൊ ഇത് തിന്നിട്ട് ചിലപ്പോ നമുക്ക് ആ സമയത്തല്ലേ നമ്മുടെ വിരലും കടിച്ച ഇതുണ്ട്. ബിങ്കക്കും കൊടുക്കാം ബോട്ടി. അപ്പൊ കൈ കടിക്കണ്ട. അപ്പൊ റെഡി ആക്കിയത് നമ്മുടെ ഈ മാവ് ഇതാ റെഡി ആയിനെ. ഇതിലൊരു ബബിൾസ് വന്ന് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് ഇനി ബിസ്ക്കറ്റ് മുക്കിട്ട് എണ്ണയ്ക്കുള്ള പണി. നമുക്ക് ഫസ്റ്റ് എണ്ണ ചൂടാക്കാം. എണ്ണ ഒഴിച്ചു. അയ്യോ ഇതെല്ലാം അപ്പൊ നമ്മുടെ ബോണ്ട എണ്ണയിൽ മുങ്ങണല്ലേ, അതിനുള്ള എണ്ണ ഒഴിച്ചു. ബിസ്ക്കറ്റ് നമ്മള് ബോണ്ട ബിസ്ക്കറ്റ് ചോദിച്ച് അപ്പൊ അവിടെ പിടിയലില്ല. അങ്ങനെ മേരി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. മേരി ബിസ്ക്കറ്റ് ഇങ്ങനെ റൗണ്ട് ഉണ്ടാവും. അപ്പൊ ഇതിനെ ഇട്ട് കൊടുക്കുക. മുക്കിയിട്ട് ബിസ്ക്കറ്റിന് നല്ലോണം മുക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കൊറേ നേരം ആ മാവിലേക്ക് കിടന്നാല് അത് പൊട്ടിപ്പോവും. ഇങ്ങനെ ആക്കിയിട്ട് നല്ല ഇത് എണ്ണ ചൂടായിന്. നല്ല മുറിയുണ്ട്.
സൈഡായി ഇനി ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡായി കണ്ട നല്ല പൊന്തി വന്നിന്. ഡ്രസ് കാണുന്നുണ്ട്, സൂപ്പർ കണ്ട്. ഈ കളർ നല്ല പിടിക്കും ആർക്കായാലും, നല്ല പിടിക്കുന്നുണ്ട്. അതെ. അപ്പൊ ഇത് നമുക്ക് ഈ ബിസ്ക്കറ്റ് ബോണ്ട റെഡിയായി, അതെടുക്കാം. ബിസ്ക്കറ്റ് ബോണ്ട റെഡിയായി അല്ലേ? അതെ. ഇത് വേണ എപ്പോ എടുക്കണം? അതെ അതെ. സിമ്പിൾ കടി. നമുക്ക് എന്തുണ്ടെങ്കിലും ഈ കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വരുമ്പോ പെട്ടെന്നാക്കി എടുക്കണമെങ്കിൽ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. ചില കുട്ടികൾ ഇങ്ങനത്തെ ബിസ്ക്കറ്റ് എല്ലാം വെറുതെ അങ്ങനെ തിന്നൂല, ഇഷ്ടപ്പെടില്ല തിന്നാന്. അപ്പൊ ഇതുപോലെ ആക്കിയാല് തിന്നുവല്ലേ. ടേസ്റ്റ് നോക്കാനല്ല, ഞാൻ ഈ ഒരു ബോട്ടി ഉണ്ടായില്ലേ, ആ ബോട്ടിനെ മാവില് മുക്കിട്ട് നോക്കിയത്. ഇത് നോക്ക്, നല്ലുണ്ട്. ബേക്കറി തിണ്ടി മാതിരായിരുന്നു. മധുരമുണ്ട്, ഇങ്ങോട്ട് ഞറമുറ നല്ലുണ്ടല്ലേ. അങ്ങനെ ഒന്ന് ആക്കി നോക്കിയത്, ഒന്നേ ബാക്കിണ്ടേ അതിട്ടത്. അടുത്ത വീട്ടുകാരെ കൊടുത്ത അവര് പറിച്ചത്ര, അപ്പൊ അവർക്ക് കൊടുത്ത് തൈരിട്ടിട്ട് കറിയാക്കണം അല്ലേ? തൈരിട്ടിട്ട് കറിയാക്കണം, നല്ല കടുക് പൊടിച്ചിട്ട്. നമ്മുടെ അച്ഛനെല്ലാം ആക്കുണ്ടായി. നല്ല കുറച്ച് പുളിയായിട്ടും ഈ പച്ചമുളക് രണ്ട് എലുവെല്ലായിട്ടും. അതെ, നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? പാല് റെഡിയായോ? ചപ്പ മതി. നീ കുടിച്ചോ? അപ്പൊ വൈകുന്നേരം ചായക്ക് ബിസ്ക്കറ്റ് കൊണ്ട് നമുക്ക് ചായ കുടിക്കാം. സൂപ്പർ ആയിട്ടുണ്ട്. ബിസ്ക്കറ്റ് പോണ്ട അടിപൊളി. തിന്ന ഗീത അടുക്കള റൂമിൽ ഇവിടുന്ന് കടിച്ചോണ്ടുണ്ട്. എന്താണെങ്കിലും ഒരു കടിയല്ല, ഒരു ഇഷ്ടണ്ടാവും. അതെ, അടിപൊളി. അതെല്ലേ, സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാനല്ല. അതെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബിസ്ക്കറ്റ് ബോണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ടായി. അടിപൊളിയായിരുന്നു. അതെ, ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ആക്കി, ഷെയർ ആക്കി, സബ്സ്ക്രൈബ് ആക്കി. കുഞ്ഞു വീഡിയോ. അതെ, ബൈ.